വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായിക്കൊണ്ട് ഒരു പുതിയ മന്ത്രിസഭ രൂപീകരണമായിരിക്കുകയാണ്. പക്ഷേ ഒരുപാട് പുതിയ മന്ത്രിമാർ വന്നിട്ടുണ്ട്. പുതിയ യുവ നേതാക്കളായിട്ടുള്ള റോജി എം ജോണിനെ പോലുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഒ ജെ ജനീഷിനെ പോലുള്ള ആൾക്കാരുണ്ട്. പക്ഷേ മലയാളി സമൂഹം വളരെ വിഷമിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. മാത്യു കുഴൽനാടനെ എന്തുകൊണ്ട് മന്ത്രിയാക്കിയില്ലെന്ന് ചോദിക്കുന്ന ധാരാളം പേരെ കാണാൻ സാധിക്കും. കാരണം എല്ലാവരും കേരളീയ, പ്രത്യേകിച്ച് കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കൾ, നിഷ്പക്ഷരായി നിൽക്കുന്ന ആൾക്കാരൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് മാത്യു കുഴൽനാടൻ മന്ത്രിയാകണമെന്നുള്ളത്. ഒന്നും അല്ലെങ്കിൽ സ്പീക്കറെങ്കിലും അദ്ദേഹത്തിന് ആക്കിക്കൊണ്ടുവരാൻ പറ്റുമെന്ന് കരുതുന്നതാണ്. കാരണം രണ്ട് പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും ഒക്കെ നയിച്ചുകൊണ്ടുപോകാനുള്ള അറിവും വിവേകവും ഒക്കെ മാത്യു കുഴൽനാടനുണ്ട്. ഒരു പരിധി വരെ ഈ സർക്കാരിനെ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് UDF ഒരു വലിയ വിജയം സമ്മാനിക്കാനായിട്ട് സാധിച്ചതും മാത്യു കുഴൽനാടൻ്റെ പല വിഷയങ്ങളിലുള്ള ഇടപെടലുകൾ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് നിയമസഭയിൽ അദ്ദേഹം പിണറായി വിജയനെ എതിരെ വിറപ്പിച്ചതും പിണറായി വിജയനെ നിർത്തിപ്പൊരിച്ചതും പ്രതിപക്ഷത്തിന്റെ ഒരു മുന്നണി പോരാളിയായിട്ട് നിന്നുകൊണ്ട് ഭരണപക്ഷത്തിന് നേരൊക്കെ ആഞ്ഞടിച്ചതും ഒക്കെ മാത്യു കുഴൽനാടനാണ്. നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഒത്തിരി തിക്തഫലങ്ങൾ അദ്ദേഹം അനുഭവിക്കുകയും ചെയ്തു. അദ്ദേഹം കാരണം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ മന്ത്രിയാകണം, യുവ നേതാക്കളുടെ ഇടയിൽ നിന്ന് ആര് മന്ത്രിയാകണമെന്ന് ചോദിച്ചാൽ, ഒരു അഭിപ്രായ വോട്ടെടുപ്പ് നടത്തിയാൽ ഈ സമൂഹം മുഴുവൻ പറയുന്നത് മാത്യു കുഴൽനാടൻ ഒരു മന്ത്രിയായിട്ട് വരണമെന്നുള്ളത് തന്നെയായിരുന്നു. കാരണം അത്രമാത്രം ശ്രദ്ധയാകർഷിച്ച ഒരു നേതാവാണ് മാത്യു കുഴൽനാടൻ. കാരണം ഇപ്പൊ രണ്ടാം ടൈമാണ് മാത്യു കുഴൽനാടൻ. ആദ്യ ടൈമിൽ തന്നെ നിയമസഭയിൽ എത്തിയപ്പോൾ തന്നെ പിണറായി വിജയനെതിരെ ശക്തമായി സംസാരിച്ചുകൊണ്ട് പേരെടുത്തൊരു MLA കൂടിയാണ് മാത്യു കുഴൽനാടൻ. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു സംഭാവന കൂടിയാണ് ഈ സർക്കാർ അധികാരത്തിലെത്തിയത്. അദ്ദേഹത്തെ പോലെ ഒരാളെ മാറ്റി നിർത്തിയത് തീർച്ചയായിട്ടും നിർഭാഗ്യകരമായി പോയി എന്നാണ് പറയാൻ സാധിക്കുന്നത്. വളരെയേറെ സമൂഹത്തിലെ വളരെയേറെ ആൾക്കാർ ഇക്കാര്യത്തിൽ നിരാശർ തന്നെയാണ്. കാരണം മറ്റാരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ പോലും മാത്യു കുഴൽനാടനെ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ടതായിരുന്നു എന്നുള്ളതാണ് എനിക്ക് മുഖ്യമന്ത്രി വി.ഡി. സതീശനോടൊക്കെ പറയാനുള്ളത്. കാരണം അത് അത്രയും പ്രഗത്ഭനായിരുന്നു. അദ്ദേഹത്തിന്റെ ആ പ്രാഗൽഭ്യം ഒന്നുകൊണ്ട് തന്നെയാണ് വി.ഡി. സതീശനെ പോലുള്ള ആൾക്കാർക്ക് ഇന്ന് മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കാൻ പറ്റുന്നത്. കാരണം ഞാൻ പോലും വിചാരിച്ചിട്ടുണ്ട് പിണറായി വിജയനെതിരെ ഒരുപാട് പോർ വിളിച്ചുകൊണ്ടിരിക്കുന്ന മാത്യു കുഴൽനാടനെ ഈ LDF-കാരെല്ലാം കൂടെ എങ്ങനെയും തോപ്പിക്കാൻ മൂവാറ്റുപുഴയിൽ ശ്രമിക്കുകയല്ലേ, ചിലപ്പോൾ അദ്ദേഹം തോറ്റുപോകുകയല്ലേ എന്നൊക്കെ ഓർത്തതാണ്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ, മറ്റുള്ള നിയോജകമണ്ഡലങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയൻ അനുകൂലമായിട്ട് തരംഗം ഉണ്ടാക്കാനും ഈ മാത്യു കുഴൽനാടൻ ചില ഇടപെടലുകളൊക്കെ സാധിക്കില്ല എന്നൊക്കെ ഓർത്തതാണ്. പക്ഷെ അതല്ല എന്നുള്ളതാണ് സത്യം. കാരണം ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരായ ആൾക്കാരുടെ ഇടയിൽ പോലും മാത്യു കുഴൽനാടനെ സ്വാധീനം ചെലുത്താൻ പറ്റി എന്നുള്ളതാണ് സത്യം. കാരണം മാത്യു കുഴൽനാടന്റെ സർക്കാരിനെതിരെയുള്ള അല്ലെങ്കിൽ പിണറായി വിജയനെതിരെയുള്ള ഇടപെടലുകളൊക്കെ സ്വാധീനം ചെലുത്താൻ പറ്റി എന്നുള്ളതാണ് സത്യം. കാരണം മാർക്സിസ്റ്റ് പാർട്ടിക്കാരായ അല്ലെങ്കിൽ CPM-കാരായ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരായ ആൾക്കാർ പോലും കോൺഗ്രസിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വതന്ത്രർക്കൊക്കെ വോട്ട് ചെയ്യാൻ കാരണമായതുപോലും ഈ മാത്യു കുഴൽനാടന്റെ ചില വിഷയങ്ങളുടെ ഇടപെടലുകൾ തന്നെയായിരുന്നു. കാരണം ഇനിയും ഒരു തുടർച്ചയായിട്ടൊരു 5 വർഷം കൂടെ അല്ലെങ്കിൽ ഒരു 15 വർഷം കൂടെ ഇടതുപക്ഷത്തിന് ഭരണം കൊടുത്താൽ പാർട്ടി തന്നെ മുടിഞ്ഞു പോകുമെന്നുള്ള ഒരു ചിന്താഗതി LDF-കാരുടെ ഇടയിൽ ഉണ്ടായി. അതായത് മാർക്സിസ്റ്റ് പാർട്ടിയെ വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിൽ ഉണ്ടായി എന്നുള്ളതാണ് സത്യം. അതിന് കാരണഭൂതനായത് ഒരു പരിധിവരെ മാത്യു കുഴൽനാടനാണ്. അതൊക്കെ തന്നെയാണ് UDF ഒരു വലിയ വിജയത്തിലേക്ക് നയിച്ചത്. പക്ഷെ അതിനൊക്കെ ആ കാരണക്കാരനായ മാത്യു കുഴൽനാടനെ തീർച്ചയായിട്ടും മന്ത്രിസഭയിൽ നിന്ന് തഴഞ്ഞത് എനിക്ക് മാത്രമല്ല, സമൂഹത്തിൽ ഒരുപാട് പേർക്ക് പരിഭവമുണ്ട്. മാത്യു കുഴൽനാടൻ ഒരു വ്യക്തിയെ ഉയർത്തിക്കൊണ്ട് വരേണ്ടതായിരുന്നു. അത് തീർച്ചയായിട്ടും ഈ UDF സർക്കാരിന് ഒരു മുതൽക്കൂട്ടാകുക തന്നെയായിരുന്നു. ഗ്രൂപ്പ് കളിച്ചും ഗ്രൂപ്പിന്റെ പേരിലും ഒക്കെ ഒരുപാട് പേരെ മന്ത്രിമാരായി തിരികെ കയറ്റിയിട്ടുണ്ട്. പക്ഷേ സംസ്ഥാനം ഒട്ടാകെ ഒരു തരംഗം ഉണ്ടാക്കി UDF വേണ്ടി ആഘോരാത്രം വളർത്തിയെടുക്കാൻ പരിശ്രമിച്ച മാത്യുവിനെ ഒഴിവാക്കിയത് തീർച്ചയായിട്ടും ഈ കോൺഗ്രസിന്റെ ഒരു പാളിച്ച തന്നെയാണെന്നാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത്. ഞാനൊരു മൂവാറ്റുപുഴക്കാരൻ തന്നെയാണ്. എൻ്റെയും കൂടി MLA ആണ് മാത്യു കുഴൽനാടൻ. പക്ഷെ എനിക്ക് പറയാൻ പറ്റും അദ്ദേഹം മൂവാറ്റുപുഴയിൽ ചെയ്യുന്ന സേവനങ്ങൾ. കാരണം പലപ്പോഴും കഴിഞ്ഞ കാലങ്ങളൊക്കെ നമുക്കറിയാം, അവിടെ ഒരു കോൺഗ്രസ്സുകാരൻ അല്ലെങ്കിൽ കേരള കോൺഗ്രസ്സുകാരെ UDF സ്ഥാനാർത്ഥിയായിട്ട് അവിടെ വിജയിച്ചാൽ പിന്നീട് വരുമ്പോഴത്തേക്കിന് അവിടെ ഇടതുപക്ഷം വിജയിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല. മാത്യു കുഴൽനാടൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ആദ്യമായിട്ട് മത്സരിക്കുന്നു. ഈ 2026 തെരഞ്ഞെടുപ്പിൽ LDF വളരെ പ്രതീക്ഷ വെച്ചു മാത്യു കുഴൽനാടനെ അട്ടിമറിക്കാൻ സാധിക്കുമെന്ന്. പക്ഷെ വലിയ ഭൂരിപക്ഷത്തിൽ മാത്യു കുഴൽനാടൻ മൂവാറ്റുപുഴയിൽ നിന്ന് ജയിക്കുന്നതാണ് കണ്ടത്. കാരണം മാത്യു കുഴൽനാടന് ജനസേവനം എന്ന് പറയുന്നത് ഒരു ബിസിനസ് അല്ല. അദ്ദേഹം ഈ MLA ആയിട്ട് കിട്ടുന്ന ശമ്പളം പോലും രോഗികളായിരിക്കുന്നവരുടെ ചികിത്സയ്ക്ക് വേണ്ടി വിനിയോഗിക്കുകയാണ്. 1 രൂപ പോലും അദ്ദേഹം വ്യക്തിപരമായ കാര്യത്തിന് എടുക്കുന്നില്ലെന്ന് എനിക്ക് മൂവാറ്റുപുഴ നിവാസിയായി എനിക്കും അറിയാം, അവിടെ മൂവാറ്റുപുഴക്കാരോട് ചോദിച്ചാലും അറിയാം. കാരണം അദ്ദേഹത്തിന്റെ ജനസേവനം എങ്ങനെയാണ്. അദ്ദേഹം ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരാളല്ല. അദ്ദേഹം ജനങ്ങളുടെ ഇടയിലുണ്ട്,
വികസനത്തിന് വേണ്ടിയാണ്. പക്ഷെ വികസന പോരായ്മകളൊക്കെ LDF-കാർ പറയുന്നെങ്കിൽ പോലും മാത്യു കൊഴുന്താടൻ തീർക്കാൻ പല LDF-കാരും അവിടെ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമാണ് സത്യം. കാരണം പിണറായി വിജയനെതിരെ കട്ടയ്ക്ക് നിന്ന് ആക്രമിക്കുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിൽ മാത്യു കൊഴുന്താടൻ എങ്ങനെയും ഒതുക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് ധാരാളം പേർ അവിടെ ഒരു മിഷൻ പ്രവർത്തനം അവിടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. പക്ഷെ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് മാത്യു കൊഴുന്താടന് വലിയൊരു ഭൂരിപക്ഷം നേടി മൂവാറ്റുപുഴയിൽ നിന്ന് ജയിക്കാൻ സാധിച്ചു. ഒപ്പം തന്നെ കേരളത്തിൽ മുഴുവൻ UDF-നെ ഒരു വലിയ വിജയത്തിലേക്ക് കൊണ്ടുവരാനും സാധിച്ചതിന്റെ ഒരു നിമിത്തം ഒരു വ്യക്തി എന്ന് പറയുന്നാൽ എടുത്തു പറയാൻ പറ്റുന്നത് മാത്യു കൊഴുന്താടൻ തന്നെയാണ്. ഞാൻ പറയുന്നത് ഇപ്പോഴും പറയുന്നു, അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം MLA എന്നുള്ള നില തീർച്ചയായിട്ടും ജനസേവനം തന്നെയാണ്. MLA-യുടെ ₹1 പോലും MLA ആനുകൂല്യത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ചില്ലി കാശ് പോലും അദ്ദേഹം സ്വന്തം കാര്യത്തിന് വിനിയോഗിക്കാതെ ആ മുഴുവൻ വരുമാനവും സാധുക്കളായ പാവപ്പെട്ടവരുടെ രോഗികളുടെ ചികിത്സയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്ന കേരളത്തിലെ ഏക MLA ഒരുപക്ഷെ മാത്യു കൊഴുന്താടൻ തന്നെയായിരിക്കും. അദ്ദേഹത്തിനെ അവഗണിച്ചത് ഒരു നിറം മങ്ങിയിട്ടുണ്ട്, ഈ സർക്കാരിന് ഒരു നിറം മങ്ങിയിട്ടുണ്ടെന്ന് ഉള്ളതാണ് സത്യം. തീർച്ചയായിട്ടും കേരള ജനത ഒന്നുപോലെ ആഗ്രഹിച്ച ഒരു കാര്യമാണ് മാത്യു കൊഴുന്താടൻ മന്ത്രിയാകണമെന്നുള്ളത്. എല്ലാവർക്കും തന്നെ നിരാശാജനകമാണ് ഈ മാത്യു കൊഴുന്താടനെ അവോയ്ഡ് ചെയ്ത് പുറത്തു നിർത്തി വെറും ഒരു MLA ആയിട്ട് ഇരുത്തിയിരിക്കുന്നത്. ഒന്നുമല്ലെങ്കിൽ ഒരു സ്പീക്കറെങ്കിലും ആക്കി മാത്യു കൊഴുന്താടനെ കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു. കാരണം അറിവും വിവേകവും ജ്ഞാനവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ്, കഴിവുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പൊ എടുത്തിരിക്കുന്ന മന്ത്രിമാരെക്കാട്ടിലൊക്കെ വലിയ കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് മാത്യു കൊഴുന്താടൻ. മാത്യു കൊഴുന്താടനെ അവോയ്ഡ് ചെയ്ത് ഒട്ടും ശരിയായില്ല എന്ന് മാത്രമേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ. തീർച്ചയായിട്ടും വളരെയേറെ ആൾക്കാർക്ക് ഈ കാര്യത്തിൽ നിരാശയുണ്ട്. കാരണം ആരുടെ ഒരു ഗോഡ് ഫാദർ പോലും ഇല്ലാതെ വളർന്നു വന്ന ഒരാളാണ് മാത്യു കൊഴുന്താടൻ. അല്ലെങ്കിൽ പിതാക്കന്മാരുടെ പാരമ്പര്യമൊക്കെ പറഞ്ഞ് MLA-മാരായിട്ടുണ്ട്, മന്ത്രിമാരായിട്ടുണ്ട്, മന്ത്രിമാരാകാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒന്നുമല്ല മാത്യു കൊഴുന്താടൻ. മാത്യു കൊഴുന്താടൻ സ്വന്തം കഴിവുകൊണ്ട്, പരിശ്രമം കൊണ്ട്, ജനസേവനം കൊണ്ട്, നേർക്ക് നിന്ന് പോർ വിളിച്ചുകൊണ്ട്, ഇടതുപക്ഷത്തിനെതിരെയൊക്കെ പോർ വിളിച്ചുകൊണ്ട് വളർന്നു വന്ന ഒരു യുവ നേതാവാണ്. അദ്ദേഹത്തെ മാറ്റി നിർത്തിയതിൽ കേരളീയ സമൂഹം ഒന്നടങ്കം ദുഃഖത്തിലാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ നിമിഷം ഈ സർക്കാരിനെ ബോധ്യപ്പെടുത്താനുള്ളത്.